ഹലോ എവരി വൺ, വെൽക്കം ടു E2 ക്ലാസ്. നമ്മൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിതുവരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വരെ പറഞ്ഞു അല്ലേ. പ്രൈമറി ട്രീറ്റ്മെൻറ്റിലുള്ള പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് വരെയായിരുന്നു കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ എങ്ങനെ നമുക്കറിയാം, ബയോളജിക്കൽ ആക്ഷൻ ആണല്ലേ. സോ ആ ഒരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൊഡ്യൂൾ 4 ഒരു സിലബസിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നോക്കൂ. കോൺടാക്ട് ബട്ട് ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റർ ഉണ്ട്, ദെൻ ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ തിയറി ആൻഡ് ഡിസൈൻ, പിന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോൺടാക്ട്. ഇത്രയും കാര്യങ്ങളാണ് 4th മൊഡ്യൂൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ ആണ്. സോ അത് നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, so secondary treatment is 60 to 80% of unstable organic matter present in the effluent from primary sedimentation tank. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് വരെ എത്തിയിരുന്നു ലാസ്റ്റ് മൊഡ്യൂളിൽ. സോ ഇനി എന്ത് ചെയ്യുന്നു, പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നും നമ്മൾ അവിടുത്തെ സീവേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യിക്കും അല്ലേ. സോ ഒരു 60 to 80% ഓഫ് അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്റർ, ഇതുവരെയുള്ള എല്ലാ ഫ്ലോട്ടിങ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രിറ്റി എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അതിലുണ്ടായിരിക്കുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 60 to 80% ഓർഗാനിക് മാറ്ററും ഈ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും വരുന്ന എഫ്ലുവൻറ്റിൽ ഉണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്ററിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്ന സ്റ്റേബിൾ ഫോംസിലേക്ക് മാറ്റണം. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിഡേഷനോ നൈട്രിഫിക്കേഷനോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നത്. അതിന് രണ്ട് മെത്തേഡ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ഫിൽട്രേഷൻ ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. സോ ഈ രണ്ട് പ്രോസസ്സാണ് ഈ കംപ്ലീറ്റ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് രണ്ട് മെത്തേഡ്സാണ്. ഒന്നൊക്കെ എന്താണ്, ഫിൽട്രേഷൻ വഴി നടത്താം, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വഴി നടത്താം. ഓക്കെ, അതിൽ ഫിൽട്രേഷനിൽ തന്നെ കോൺടാക്ട് ബെഡ്സ് ഉണ്ട്, ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ. കോണ്ടാക്ട് ബെഡ്സ് നോക്കൂ, ഇതാണ് കോണ്ടാക്ട് ബെഡിൻ്റെ ഫിഗർ കാണിക്കുന്നത്. റെക്റ്റാങ്കുലർ ടാങ്ക് മെയ്ഡ് ഓഫ് ബ്രിക്ക് ആൻഡ് ഫിൽഡ് വിത്ത് ബ്രോക്കൺ സ്റ്റോൺസ്. അതായത് ഇനിയിപ്പം ഫിൽറ്ററിങ് മീഡിയയിൽ മൊത്തമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽറ്ററിങ് മീഡിയ നിറച്ചിട്ടുള്ള ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ സർക്കുലറോ ആയിക്കോട്ടെ, ഫിൽറ്ററിങ് മീഡിയ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോന്നിനും. അപ്പോൾ ഈ 3 ടൈപ്പാണ് ഫിൽട്രേഷൻ പറഞ്ഞിട്ടുള്ള കോണ്ടാക്ട് ബെഡ്, ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റർ, ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലേ. ആ 3 കേസിലായാലും ഒരു ഫിൽറ്ററിങ് മീഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഫിൽറ്ററിങ് മീഡിയ എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിൽറ്ററിങ് മീഡിയൻ്റെ മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും വരുന്ന സീവേജ് നമ്മൾ എന്ത് ചെയ്യും, അതിലൂടെ പെർക്കുലേറ്റ് ചെയ്യാൻ സമ്മതിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലൂടെ പാസ് ചെയ്യിക്കും. സോ ഏറ്റവും അതിൻ്റെ ടോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സീവേജിൽ നമ്മളവിടെ ഡിസ്ചാർജ് ചെയ്യുന്നു. സോ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സീവേജ് എന്ത് ചെയ്യും, ഈ ഫിൽറ്ററിങ് മീഡിയയിൽ കൂടെ അതിലൂടെ വോയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് അത് ഉണ്ടായിരിക്കുക. സോ അതിലൂടെ എന്ത് ചെയ്യുന്നു, അത് പാസ് ചെയ്ത് പോകുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ അവിടെ അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, അതിന് തടഞ്ഞു നിർത്താൻ പറ്റുന്നു. ആ രീതിയിൽ ഒരു ഫിൽട്രേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എഫ്ലുവൻ്റ് അതിൽ നിന്ന് പോകുന്ന ഔട്ട്ലെറ്റിൽ കൂടെ അതിൻ്റെ ബാക്കി വരുന്ന ട്രീറ്റ് ചെയ്തിട്ടുള്ള സീവേജിനെ പാസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ഫിൽറ്ററിങ് മീഡിയയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫിൽറ്റർ മീഡിയ യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ സീവേജിലുള്ള അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്റേഴ്സിനെ എല്ലാം ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ആര്, എയറോബിക് ബാക്ടീരിയ. ഓക്കെ, അപ്പം എല്ലാത്തിലും പ്രോസസ്സ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രം. സോ കോണ്ടാക്ട് ബെഡിലാണെങ്കിൽ നോക്കൂ, അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കൂ അതിൽ ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് ലൈനിങ് കൊടുത്തിട്ടുള്ള ഒരു സർക്കുലർ അല്ലെങ്കിൽ എന്താ റെക്റ്റാങ്കുലർ ടാങ്ക് ആൻഡ് കോണ്ടാക്ട് ബെഡ് പറഞ്ഞിട്ടുള്ളത്. റെക്റ്റാങ്കുലർ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ ശ്രദ്ധിക്കുക, അതിൽ ഫിൽറ്ററിങ് മീഡിയ ഉണ്ട്, സാൻഡ് പോലത്തെ മീഡിയയാണ് ഫിൽറ്ററിങ് മീഡിയയിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു കോൺക്രീറ്റ് ലൈനിങ് കൊടുത്തിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ടാങ്കാണ് കോണ്ടാക്ട് ബെഡ് എന്ന് പറയുന്നത്. എന്നിട്ട് സീവേജ് നമ്മൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു 2 hours ഒക്കെ ഈ സീവേജിന് അതിൽ നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫിൽട്രേഷൻ നടത്തുന്നത്.
അതിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് നോക്കൂ, ആദ്യം എന്ത് ചെയ്യുന്നു, സീവേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയയിലൂടെ പെർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സീവേജ് മീഡിയയിലൂടെ പെർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഓർഗാനിക് മാറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ വോയിഡ്സിൽ, ഇൻ ബിറ്റ്വീൻ വോയിഡ്സിലൊക്കെ ട്രാപ്പ് ചെയ്യും. അത്രയും ചെറിയ വോയിഡ്സ് തന്നെ ആയിരിക്കും. സോ ഈ വോയിഡ്സിൽ എന്ത് ചെയ്യും, ഈ ഓർഗാനിക് മാറ്ററൊക്കെ അതിൽ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ബാക്കി ഇങ്ങനെ സീവേജിലെ ലിക്വിഡ് പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, അതിലൂടെ താഴോട്ടേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വോയിഡ്സിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ ചുറ്റും ഒരു ഓർഗാനിക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബാക്ടീരിയൽ ആക്ഷൻ വഴി ഒരു ഓർഗാനിക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ സീവേജിലുള്ള എയറോബിക് ബാക്ടീരിയ അവിടെ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ആവുന്നു. അവരുടെ ആക്ഷൻ തുടങ്ങും. ഓക്കെ, ഈ ഓർഗാനിക് ഫിലിമിൻ്റെ മേൽ എയറോബിക് ബാക്ടീരിയ ചെന്നിട്ട് എന്ത് ഓക്സിഡേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തും. ഇനി അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഓക്സിജൻ മതിയാകാതെ വരാം. ഓക്കെ, ആ രീതിയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, കോണ്ടാക്ട് ബെഡ് അങ്ങ് എംറ്റി ചെയ്യും. ഓക്കെ, സീവേജിനെല്ലാം ഒഴിവാക്കിയിട്ട് കോണ്ടാക്ട് ബെഡിനെ ഒന്ന് എംറ്റി ആക്കി വെക്കും. അപ്പോഴും ഈ ഫിലിം അവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. സോ ഈ സീവേജ് എല്ലാം റിമൂവ് ചെയ്തിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യും, അവിടെ അത് അങ്ങനെ തന്നെ നിലനിർത്തും. സീവേജ് ഒന്നും ഇല്ലാതെ എംറ്റി ആയിട്ട് കോണ്ടാക്ട് ബെഡിനെ അങ്ങനെ തന്നെ നിർത്തും. ആ സമയത്ത് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയൊക്കെ എന്ത് ചെയ്യും, ഇവർ വലിച്ചെടുക്കും. ഈ എയറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് ഓക്സിജനൊക്കെ എന്ത് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. അങ്ങനെ വീണ്ടും എയറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആക്ഷൻ വീണ്ടും തുടരുന്നു. ഓക്സിജനൊക്കെ മതിയായ ഓക്സിജൻ കിട്ടി വീണ്ടും ഓർഗാനിക് മാറ്ററിന് അതെന്ത് ചെയ്യുന്നു, ഓക്സിഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെ വരുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീവേജ് വീണ്ടും വരും. ഓക്കെ, നെക്സ്റ്റ് സൈക്കിൾ ഓഫ് സീവേജ് വീണ്ടും പാസ് ചെയ്യിക്കും. ആ സമയത്ത് ഈ സീവേജ് അതിലൂടെ ഫിൽറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, നേരത്തെ സീവേജിൽ നിന്നും അവർ ട്രാപ്പ് ചെയ്ത് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ടാവുമല്ലോ. ഈ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ഒക്കെ ഈ സീവേജിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ മീഡിയയിലൂടെ പോയിട്ട് വാഷ് ചെയ്ത് പോകും. അതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ പോയിക്കോളും. എന്നിട്ട് ഈ പുതിയ വരുന്ന സീവേജിലുള്ള ഓർഗാനിക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ വീണ്ടും വോയിഡ്സ് എംറ്റി ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ ആ വോയിഡ്സിൽ പോയിട്ട് തങ്ങി നിൽക്കുന്നു, വീണ്ടും ആക്ഷൻസ് തുടരുന്നു, ഇതിന് വീണ്ടും എംറ്റി ആക്കുന്നു. നെക്സ്റ്റ് സൈക്കിള് നെക്സ്റ്റ് സീവേജ് വരുന്നു. ഈ ഒരു രീതിയിൽ സൈക്ലിക്കായിട്ടാണ് ഈ ഒരു കോണ്ടാക്ട് ബെഡിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്റർ ആണ്. ഇതിൻ്റെ ഡിഫറൻസ്, ഇത് ഓപ്പറേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഡിഫറൻസ് വരുന്നത് ഇവിടെ കുറച്ചും കൂടി ഫൈനർ ആയിട്ടുള്ളൊരു മീഡിയ, സാൻഡ് മീഡിയ ആയിരിക്കും ഇൻ്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാക്കും അതിൽ മീഡിയ എന്ന് പറയുന്നത് സാൻഡാണ് അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ഒന്നും, ഇതിന് കോൺക്രീറ്റ് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പിറ്റ് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നേരെ സാൻഡ് മീഡിയം കാര്യങ്ങളൊക്കെ ഇട്ടത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതും അണ്ടർഗ്രൗണ്ട് ആയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഇൻ്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്റർ. ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇതിൽ കോണ്ടാക്ട് ബെഡ് ഒന്നും ഇപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് സാധാരണ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഫിഗറിൽ നോക്കുക, ഇത് സർക്കുലർ ആവാം, റെക്റ്റാങ്കുലർ ആവാം ടാങ്ക്. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നാട്ടോ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ബെഡ് ഓഫ് കോഴ്സ് ആൻഡ് ഹാർഡ് ഇംപർവിയസ് മെറ്റീരിയൽസ്. ഇവിടെ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിൽറ്ററിംഗ് മീഡിയ എന്ന് പറയുന്നത് വളരെ കോഴ്സ് ആൻഡ് ഹാർഡ് ഇംപർവിയസ് മെറ്റീരിയൽസ് ആണ്. ഓവർ വിച്ച് ദ സെറ്റിൽഡ് സീവേജ് സ്പ്രേഡ് ഓൺ ദ ഫിൽറ്റർ സർഫസ് ത്രൂ എയർ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു സർക്കുലർ ടാങ്കിൽ നിറയെ ഒരു ബ്ലാക്ക് കളറിൽ നിൽക്കുന്നത് എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ഫിൽറ്ററിംഗ് മീഡിയ ആണ്. അതെന്താണ്, വളരെ കോഴ്സ് ആയിട്ടുള്ള ഒരുപാട് സൈസ് വരുന്ന വലിയ വലിയ സ്ലാഗ് അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് അഗ്രിഗേറ്റ്സ് പോലത്തെയാണ് എന്ത് ഫിൽറ്ററിംഗ് മീഡിയ എന്ന് പറയുന്നത്. അതിന് മേലെ 4 ആംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ റൊട്ടേറ്ററി ആംസ് ആണ്. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു സെൻട്രൽ കോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു സെൻട്രൽ കോളം വഴി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഫിൽറ്ററിംഗ് മീഡിയ സീവേജിന് ഈ ഒരു റൊട്ടേറ്റിംഗ് ആംസിലൂടെയാണ് കണ്ടോ, അതിൽ ചെറിയ നോസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോസിൽസിലൂടെ ഇങ്ങനെ അത് സ്പ്രേ ചെയ്യുന്നത് നമ്മൾ ഇറിഗേഷനിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ അതിലൂടെ സീവേജിനെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 4 ആംസ് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈക്വലായിട്ട് എല്ലായിടത്തും കണ്ടിന്യൂസ്ലി ഈ ഒരു രീതിയിൽ ഇങ്ങനെ അത് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സീവേജാണ് ആ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്പ്രേഡ് ആയിട്ടുള്ള ഈ സീവേജ് ഈ ഫിൽറ്ററിംഗ് മീഡിയയിലൂടെ താഴോട്ടേക്ക് പെർക്കുലേറ്റ് ചെയ്തു പോകുന്നു. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലുള്ള പ്രോസസ്. ഓക്കെ, സോ നോക്കി ഫിഗറിൽ കാണാൻ മനസ്സിലാവും, ഇത് RCC അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ടാങ്ക്. RCCയിലുള്ള റെക്റ്റാങ്കുലർ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ടാങ്ക് ആയിരിക്കും. ഫിക്സഡ് നോസൽസ് ഓർ നോസൽസ് മൗണ്ടഡ് ആൻഡ് മൂവബിൾ ആംസ് യൂസ്ഡ് ഫോർ ഫ്ലോ ഡിസ്ട്രിബ്യൂഷൻ. അതായത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൽ ഫിക്സഡ് നോസൽസോ അല്ലെങ്കിൽ മൂവബിൾ ആംസിലുള്ള മൗണ്ട് ചെയ്തിട്ടുള്ള നോസൽസോ ആണ് ഫ്ലോ ഡിസ്ട്രിബ്യൂഷന് കൊടുക്കാറുള്ളത്.
അതേസമയം സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൽ റോട്ടറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോട്ടറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് പൊതുവേ നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ അത് ആ ഫിഗറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫ്ലുവൻ്റ് വരുന്നത് ലൈന് നോക്കും, ബ്ലൂ കളറിൽ വരുന്നത് നോക്കുക, ആരോ ഇൻഫ്ലുവൻ്റ് വരുന്നുണ്ട്, അതായത് പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്നതാണ് ആ സീവേജ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ ഒരു കോളത്തിലൂടെ മേലോട്ടേക്ക് പോയിട്ട് അതിൻ്റെ റൊട്ടേറ്ററി ആംസ് ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഹെഡ്, സ്പ്രേ ഹെഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, താഴെ എന്തുണ്ട്, മീഡിയ ഉണ്ട്, ആ മീഡിയയിലൂടെ ഇത് പാസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് താഴെ ഉണ്ട് അതിൻ്റെ എഫ്ലുവൻ്റ്, അതിൽ നിന്നും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എഫ്ലുവൻ്റ് പാസ് ചെയ്യാനായിട്ട് വേറെ ഒരു ഔട്ട്ലെറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാവുന്ന ഫിഗർ ഇതാണ്. അപ്പം ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് റൊട്ടേറ്ററി ആംസ് ഉണ്ട്, സ്പ്രിംഗ്ലർ അതിലൂടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എന്ത് ഓറിഫൈസ് കൊടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിൽറ്റർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കാണാനുള്ള ചാൻസുള്ള ഫിഗർ ഇതായിരിക്കും. അപ്പം സോ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ്, രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, രണ്ട് കാറ്റഗറി ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് കൺവെൻഷണൽ, സ്റ്റാൻഡേർഡ് ഓർ ലോ റേറ്റ് ട്രിക്ലിംഗ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സാണ്. അതിന് മറ്റു പേരാണ് സ്റ്റാൻഡേർഡ്, ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സാണ് മറ്റൊന്നുള്ളത്. അതിന് ഡിഫറൻസ് വെച്ചാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ ഇവിടെ റീസർക്കുലേഷൻ എന്നുള്ളൊരു പ്രോസസ്സും കൂടെ അലോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫിൽട്രേഷൻ നടന്നത് കഴിഞ്ഞതിന് ശേഷമുള്ള എഫ്ലുവൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് തന്നെ കൊടുത്തിട്ട് അവിടെ നിന്നും വീണ്ടും ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് വരുന്ന ഇൻഫ്ലുവൻ്റിൽ ഈ ഒരു ഇതിൽ നിന്നും പോയിട്ടുള്ള കുറച്ച് പാർട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് വീണ്ടും ഫിൽട്രേഷനിലേക്ക്, ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് വരുന്നത് എന്നുള്ള ആ ഒരു റീസർക്കുലേഷൻ പ്രോസസ്സ് ഈ ഒരു ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ്റെ മെത്തേഡ് പറഞ്ഞു, അതിൽ 3 ടൈപ്പ് ഫിൽറ്റേഴ്സും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പം അതായത് ഫിൽട്രേഷൻ അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. ഇത് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്ററിനേക്കാൾ മോർ എഫിഷ്യൻ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. അതായത് ഇപ്പം പറയുന്നത് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വഴി നമ്മൾ സീവേജ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 to 90% BOD റിമൂവൽ സംഭവിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പം ലോവർ BOD ആണല്ലോ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം മോർ ക്വാളിറ്റി ഉള്ള ഒരു എഫ്ലുവൻ്റ് കിട്ടുന്നത് ഇതിലൂടെയാണ് കേട്ടോ. ഇതിലെന്താ വെച്ചാൽ ആദ്യം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്താണെന്ന് നോക്കാം. അതായത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മൈക്രോ ഓർഗാനിസംസും സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ ഒരു മിക്സ്ചറാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ദ ബാക്ടീരിയൽ കൾച്ചർ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻറ്റു, അതായത് നമ്മളുടെ ബാക്ടീരിയൽ കൾച്ചറിനെ നമ്മൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള, അതാണ് ഇതിൽ ആക്ടിവേറ്റഡ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. ഹൈലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ കൾട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, ഈ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റണം. അപ്പം എല്ലാ പ്രോസസ്സും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലെ എല്ലാ പ്രോസസ്സിലും സംഭവിക്കുന്നത് എന്താണ്, ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ നമ്മളുടെ എയറോബിക് ബാക്ടീരിയാസും എല്ലാം കൂടെ ചേർന്ന് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ചേർന്ന് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പോലത്തെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഓർഗാനിക് മീൻസ് മാറ്റർ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പം ആ ഒരു ഡോട്ടഡ് ലൈനിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റും അതിൻ്റെ റൈറ്റ് പാർട്ടിൽ കാണിക്കുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുമാണ്. ഓക്കെ, അതിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലുള്ള പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും വരുന്ന എഫ്ലുവൻറ്റ്, ഓക്കെ, അതിന് എഫ്ലുവൻറ്റിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ് ചെയ്യുന്നത് എങ്കിൽ അത് അവിടെ നമുക്ക് ഒന്നുകിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ചെയ്യാം അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യാം. ഓക്കെ, എല്ലാം പറ്റും. സോ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എയറേഷൻ ടാങ്ക് എന്ന് പറയുന്ന ഒരു ടാങ്കിലേക്ക്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ടാങ്കിലേക്ക് നമ്മളിതിനെ കടത്തിവിടും. ഓക്കെ, സോ അപ്പോൾ അതിന് മുന്നേ പ്രൈമറി സെറ്റിലിങ്ങിൽ നിന്നും നമ്മൾ അവിടെ നിന്നും കിട്ടുന്ന സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതായത് നമ്മളിപ്പം ഈ സെറ്റിലിംഗ് ടാങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്ത് കിട്ടുന്ന അത് നമുക്കതിൽ നിന്ന് ഒഴിവാക്കേണ്ട മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൽ നിന്നും സെറ്റിൽ ചെയ്ത് കിടക്കുന്ന താഴെ കിടക്കുന്നതാണ് സ്ലഡ്ജ്. ബാക്കി എന്ത് ചെയ്യുന്നു, ആ സ്ലഡ്ജ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എഫ്ലുവൻ്റ് ആണ് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും കിട്ടുന്ന സ്ലഡ്ജിനെ എന്ത് ചെയ്യുന്നു,
ഡൈജസ്റ്റർ മീൻസ് അതിൻ്റെ സ്ലഡ്ജിൻ്റെ ഡിസ്പോസലും കാര്യങ്ങളൊക്കെയായിട്ട് പറഞ്ഞേക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടോ. സ്ലഡ്ജിനെ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നെക്സ്റ്റ് മൊഡ്യൂളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലഡ്ജിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ശേഷം എന്ത് ചെയ്യുന്നു, പ്രൈമറി സെറ്റിലിങ്ങിൽ നിന്നും വരുന്ന എഫ്ലുവൻറ്റിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിടും. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ, ഒരു 4 to 8 hours നമ്മൾ അവിടെ അതിനെ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നല്ലോണം ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് എയർ നമ്മൾ അവിടേക്ക് കൊടുക്കണം. പല രീതിയിൽ കൊടുക്കാം. ഡിഫ്യൂസ്ഡ് എയർ ആയിട്ട് കൊടുക്കാം. മെക്കാനിക്കലിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എയറിനെ അങ്ങോട്ടേക്ക് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് എയറിൻ്റെ പ്രസൻസിൽ ഈ ഒരു സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും വരുന്ന എഫ്ലുവൻറ്റ് ആ എയറിൽ മിക്സ് ചെയ്യുന്നു. അതൊരു സൈക്ലിക് പ്രോസസ്സാണ്, ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന സ്ലഡ്ജ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം ആ സ്ലഡ്ജിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു താഴെ കണ്ടോ ഒരു പമ്പ് എന്ന് കാണിച്ചിട്ട് കണ്ടോ, റിട്ടേൺ സ്ലഡ്ജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. സോ അതിൽ നിന്നും എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, ഈ ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് തന്നെ കടത്തി വിടുന്നുണ്ട്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ നിന്നും, അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന സ്ലഡ്ജിൻ്റെ ഒരു പോർഷൻ. ഓക്കെ, എക്സസ് സ്ലഡ്ജ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് കാണിച്ചിട്ടുണ്ട് അല്ലെ, ഡൈജസ്റ്ററിലേക്കൊക്കെ പോയി അതിന് ഡിസ്പോസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, പമ്പ് യൂസ് ചെയ്തിട്ട് നേരെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് തന്നെ കടത്തി വിടും. ഓക്കെ, അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്ലഡ്ജ് ആയിരിക്കും. അതായത് ഈ എയറേഷൻ ടാങ്കിൽ നിന്നും ഒരുപാട് എയറിൻ്റെ പ്രസൻസിൽ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്ന ഒരു ബാക്ടീരിയൽ കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ ഉള്ള. സോ ആ ഒരു മാറ്റർ, ആ ഒരു ആക്റ്റീവ് സ്ലഡ്ജ് എന്ത് ചെയ്യുന്നു, ഈ സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോയിട്ട് അതെന്ത് ചെയ്യുന്നു, ഈ ഒരു എഫ്ലുവൻറ്റിൻ്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എയറേഷൻ ടാങ്കിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇവിടുന്ന് എയർ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ഇതിന് ഒരുപാട് ടൈം അവിടെ നിർത്തിയിട്ട് ഈ ഫ്രഷ് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന ഫ്രഷ് സീവേജും ഈ ഒരു സ്ലഡ്ജും ആക്ടിവേറ്റഡ് സ്ലഡ്ജും കൂടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് ആ ഒരു ലെവലിൽ ഇത് മിക്സ് ആയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ നെക്സ്റ്റ് ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് കടത്തിവിടും. ഓക്കെ, ഫൈനൽ സെറ്റിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. സോ ആ ഒരു സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഗാനിക് മാറ്റർ എല്ലാം എന്ത് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇതെല്ലാം അവിടെ സെറ്റിലായി കിടക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു എഫ്ലുവൻ്റ് ആണ് ഈ ഫൈനൽ സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും പുറത്തു പോകുന്നത്. ഓക്കെ, ഇതിനെ പിന്നെ ഡിസ്ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യും. ഈ ഫൈനൽ സെറ്റിലിങ്ങിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ലഡ്ജ് ഉണ്ടല്ലോ, ആ സ്ലഡ്ജിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. എക്സസ് സ്ലഡ്ജിനൊക്കെ ഡിസ്പോസ് ചെയ്യും. ഒരു പാർട്ടിന് വീണ്ടും പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് തന്നെ കൊടുക്കുന്നു. ഈ ഒരു സൈക്ലിക് പ്രോസസ്സാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ സംഭവിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ പ്രോസസ്സുകളുള്ളത് നോക്കൂ. വേസ്റ്റ് വാട്ടർ എയറേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് മൈക്രോബിയൽ സസ്പെൻഷൻ അല്ലേ. അതായത് മൈക്രോബിയൽ സസ്പെൻഷൻ എവിടെ നിന്ന് കിട്ടുന്നത്, നേരത്തെ ഇതിൽ നിന്ന് പാസ് ചെയ്ത് പോന്നിട്ടുള്ള അതാണ്. സോ അതിലൊരു എയറേഷൻ്റെ നടക്കുന്നു അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നു, സോളിഡ് ലിക്വിഡ് സെപ്പറേഷൻ ഫോളോവിങ് എയറേഷൻ. അതിൻ്റെ എന്ത് ചെയ്യുന്നു, സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോയിട്ട് ലിക്വിഡ് സോളിഡ് ഒരു ആ ഓക്സിഡേഷനൊക്കെ നടന്നിട്ട് എല്ലാം കൂടെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളായി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ എന്തെങ്കിലും സെറ്റിൽ ചെയ്യും സെറ്റിലിംഗ് ടാങ്കിൽ. ദെൻ ഡിസ്ചാർജ് ഓഫ് ക്ലാരിഫൈഡ് എഫ്ലുവൻറ്റ്. ഇതിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടുള്ള ക്ലാരിഫൈഡ് എഫ്ലുവൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ദെൻ വേസ്റ്റിംഗ് ഓഫ് എക്സസ് ബയോമാസ് ആ സ്ലഡ്ജിനെയാണ് പറയുന്നത്. ആ ഒരു ബയോമാസ് സ്ലഡ്ജും മൈക്രോബിയൽ ഓർഗാനിസംസ് എല്ലാം കൂടെയുള്ള ആ എക്സസ് ബയോമാസിന് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ചെയ്യുന്ന മീൻസ് ഡിസ്പോസ് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു റിട്ടേൺ ഓഫ് റിമൈനിങ് ബയോമാസ്, അതിൽ ഒരു കുറച്ച് ബയോമാസ് വീണ്ടും നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് തന്നെ കടത്തിവിടുന്നു. ഓക്കെ, ഇതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ടേംസുകളുണ്ട്. അതായത് എയറേഷൻ പീരിയഡ്, ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം, HRT എന്ന് പറയും. ദെൻ BOD ലോഡിംഗ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്, അതായത് വോളിമെട്രിക് ലോഡിംഗ് എന്ന് പറയുന്നു. നൗ ഫുഡ് ടു മൈക്രോ ഓർഗാനിസംസ് റേഷ്യോ, F/m റേഷ്യോ, സ്ലഡ്ജ് ഏജ്. ഇത്രയും ടേംസ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. എയറേഷൻ പീരിയഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം, HRT. മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ കാണാൻ HRT ആണ്, ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം എന്നാണ് കാണിക്കുക. അതായത് തീറ്റ എന്നാണ് ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈമിൻ്റെ സിമ്പിൾ. ഓക്കെ, തീറ്റ V/Q. സിമ്പിൾ എന്താണ്, വോളിയം ഓഫ് എയറേഷൻ ടാങ്ക് ഇൻ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ സീവേജ് ഇൻഫ്ലോ മീറ്റർ ക്യൂബ് പെർ ഡേ. ഇതാണ് അതിൻ്റെ ടൈം. ഓക്കെ, നമുക്ക് ടൈമുള്ള കിട്ടുന്നത് ഹൈഡ്രോളിക് റിട്ടൻഷൻ. അപ്പോൾ എത്ര നേരം എയറേഷൻ പീരിയഡ് എത്ര നേരം കൊടുക്കണം എന്നുള്ളതാണ്. വോളിയം ഓഫ് എയറേഷൻ ടാങ്ക് ഡിവൈഡ് ബൈ സീവേജ് ഇൻഫ്ലോ. ഓക്കെ, ഇതാണ് ഒരു ടേം. വരുന്നത് BOD ലോഡിംഗ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്. അത് വോളിമെട്രിക് ലോഡിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് ടോട്ടൽ BOD ലോഡ് അപ്ലൈഡ്, എത്ര BOD ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിവൈഡ് ബൈ വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്. അതാണ് ഈ ഓർഗാനിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
ടു മൈക്രോ ഓർഗാനിസംസ് റേഷ്യോ F/M റേഷ്യോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. ടോട്ടൽ BOD ലോഡ് അപ്ലൈ ടു ദ എയറേറ്റർ സിസ്റ്റം. നമ്മൾ എയറേറ്റർ സിസ്റ്റം ഉണ്ടല്ലോ, ആ എയറേഷൻ ടാങ്കിലുള്ള അതിലേക്ക് അപ്ലൈ ചെയ്ത് ടോട്ടൽ BOD ഡിവൈഡ് ബൈ ടോട്ടൽ മൈക്രോബിയൽ മാസ് ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ തന്നെയുള്ള ടോട്ടൽ മൈക്രോബിയൽ മാസ്, അതാണ് ഫുഡ് ടു മൈക്രോ ഓർഗാനിസംസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ Q സീവേജ് ഫ്ലോ, Y0 BOD അപ്ലൈഡ് T ദ സിസ്റ്റം, XT എന്ന് പറയുന്നത് മിക്സഡ് ലിക്വിഡ് സസ്പെൻഡഡ് സോളിഡ്സ്, V വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്. ഈ രീതിയിൽ നമ്മൾ F/M നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളിൽ നിന്നും ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷനാണ്. സോ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. F/M = QY0 ഡിവൈഡ് ബൈ XTV. സീവേജ് ഫ്ലോ ആണ് Q, Y0 എന്ന് പറയുന്നത് BOD അപ്ലൈ ടു ദ സിസ്റ്റം എന്താണ് mg/L, Y0 എന്ന് പറഞ്ഞാൽ XT എന്ന് മിക്സഡ് ലിക്വിഡ് സസ്പെൻഡഡ്, സോ MLSS എന്ന് കാണിക്കുന്നത് XT, വോളിയം ഓഫ് എയറേഷൻ ടാങ്ക് ആണ് V. ഈ രീതിയിൽ F/M റേഷ്യോ കണ്ടുപിടിക്കാം. Sludge H or solids retention time STR or mean cell residence time MCRT, theta C എന്ന് കാണിക്കുന്നതാണ് sludge H. Average time for which particles of suspended solids remain under aeration. ആ എയറേഷൻ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞല്ലോ 4 to 8 hours ഒക്കെ നമ്മൾ അതിൽ നിർത്തുമെന്ന് പറഞ്ഞല്ലോ. സോ ആ സസ്പെൻഡഡ് സോളിഡ്സിന് അതിൽ റിമെയിൻ ചെയ്യാനുള്ള ആവറേജ് ടൈം എത്രയെന്നുള്ളതാണ് സോളിഡ്സ് റിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ദ സിസ്റ്റം, MLSS നേരത്തെ പറഞ്ഞ XT എന്ന് പറഞ്ഞിരുന്നു അല്ലേ. മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ദ സിസ്റ്റം ഡിവൈഡ് ബൈ മാസ് ഓഫ് സോളിഡ്സ് ലീവിംഗ് ദ സിസ്റ്റം പെർ ഡേ. അതാണ് തീറ്റ C = VXT ഡിവൈഡ് ബൈ QWXR പ്ലസ് Q മൈനസ് QWXE. അതായത് XT, XE, XR ആണ് ഈ ടേംസ് ഒക്കെ എന്താണ് MLSS അതായത് സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ ആണ് MLSS എന്ന് പറയുന്നത്. സോ MLSS കോൺസെൻട്രേഷൻ ഇൻ എയറേഷൻ ടാങ്ക് ആണ് XT എന്ന് പറയുന്നത്. എഫ്ലുവൻറ്റിലുള്ള കോൺസെൻട്രേഷൻ ആണ് XE എന്ന് പറയുന്നത്. ദെൻ XR എന്ന് പറയുന്നത് റിട്ടേൺ സ്ലഡ്ജിലുള്ള ഈ സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ ആണ് XR എന്ന് പറയുന്നത്. Q എന്ന് പറയുന്നത് ടോട്ടൽ അതിൻ്റെ സീവേജിൻ്റെ ഫ്ലോ ആണ് Q എന്ന് പറയുന്നത്. സോ ഈ ഇത്രയും ടേംസ് ആണ് എന്തിലുള്ളത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ടേംസ് എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് നോക്കൂ, റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. അതായത് ഇത് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെയും നമ്മളുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനേക്കാളൊക്കെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് വന്നിട്ടുള്ള ടൈം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അത്ര തന്നെ എഫിഷ്യൻസി ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഇതിൽ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫിൽറ്ററിങ് മീഡിയയാണ്. ഇതിൻ്റെ ഒരു 40%ഓളം മോർ ദാൻ 40% ഓഫ് അതിൻ്റെ ഡയമീറ്ററും വെള്ളത്തിൽ നമ്മുടെ സീവേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്മേഴ്സ് ചെയ്തിട്ട് കിടത്തും. എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പുറമേ കാണുന്നതിൻ്റെ ഫിൽറ്ററിങ് മീഡിയയാണ് അതിൻ്റെ പുറമേലുള്ളത്. മീൻസ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് കോണ്ടാക്ടറിൻ്റെ പുറത്തുള്ളത് എന്താണ് അതിൻ്റെ ഫിൽറ്ററിങ് മീഡിയയാണ്. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാ അവിടെ എയറിൻ്റെ സർക്കുലേഷൻ നടക്കുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്കിലാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിനെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഫിൽറ്ററിങ് മീഡിയയിലൂടെ ഇതിന് ഫിൽറ്റർ ചെയ്ത് പോയിട്ട് വാഷ് ചെയ്യാനും പറ്റും. ട്രീറ്റഡ് ആയിട്ടുള്ള സീവേജിൻ്റെ എഫ്ലുവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക ഔട്ട്ലെറ്റിലൂടെ കടത്തിവിടാനും പറ്റും. ഈ രീതിയിലുള്ളതാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ എന്ന്. സോ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ലഡ്ജും കാര്യങ്ങളും താഴെ സെറ്റിൽ ആവുകയും ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ. കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, പക്ഷേ വളരെ ഈസിയാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.